പാലുപുളിയാണ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 1ഉം 2ഉം പാൽ ഒന്നിച്ചും 3ആം പാലും പ്രത്യേകം എടുത്ത് വെച്ചിരിക്കുന്നത്. 3ആം പാലിലാണ് പൊടികളൊക്കെ അരച്ചെടുക്കുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മഞ്ഞൾ, മല്ലി, മുളക്, പിന്നെ ഉള്ളി, ഞാനിപ്പോൾ ചെറിയ ഉള്ളിയല്ല സവാള എടുത്തിരിക്കുന്നത്, ചെറിയ ഉള്ളിയാണെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് വെളുത്തുള്ളി, ഒരു തക്കാളി എത്രയും കൂടെ അരച്ചെടുക്കാം. പിന്നെ പുളി അരയ്ക്കാൻ പറ്റിയ നല്ല പുളിയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കാം. 3ആം പാൽ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ 3ആം പാൽ ഒഴിച്ചിട്ട് പുളി പിഴിഞ്ഞെടുക്കുക ചെയ്തത് കേട്ടോ. ഇതെല്ലാം കൂടെ അരച്ചിട്ട് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1ഉം 2ഉം പാലെടുത്ത് വെച്ചിരിക്കുന്നത് ഇതെല്ലാം ഒന്നിച്ച് തന്നെ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഉപ്പിടുക, ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ 3 പച്ചമുളകും കൂടെ ഇട്ടിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. പിന്നെ ഈ ഉള്ളിയും വെളുത്തുള്ളിയും അരയ്ക്കാതെ ഇതിൻ്റെ കൂടെ അരിഞ്ഞിട്ട് വേവിച്ചെടുത്താലും കുഴപ്പമില്ല, അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ പാലിലായതുകൊണ്ട് തന്നെ കൈയെടുക്കാതെ ഇളക്കണം കേട്ടോ, അത് ചിലപ്പം പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ചൂടായി വരുമ്പോഴേ. അപ്പം നന്നായിട്ട് തിളച്ച് വരുന്നവർ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് വെന്ത് വരുന്നതായിരിക്കും ഇതിൻ്റെ ഒരു കണക്ക് വരുന്നത്, നല്ല മണവും ടേസ്റ്റും. തിളച്ച് വരുമ്പോൾ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാലായതുകൊണ്ട് നല്ല വെന്ത് വരുമ്പോൾ നല്ലൊരു പ്രത്യേക മണവും ടേസ്റ്റുമാണ്. എന്നിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കാം. മീനും കൂടെ ഇട്ടിട്ട് പിന്നെ ആവശ്യമുള്ള ഉപ്പ് നോക്കുക, ഉപ്പ് പോരെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, എന്നും ഒരുപോലെ ഉണ്ടാക്കാം. ഞാൻ മുമ്പത്തെ എൻ്റെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, 3 കൊല്ലം മുമ്പ് ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പാലുപുളിയാണ്. അപ്പോൾ അത് ഉള്ളിയൊക്കെ ഇതിൻ്റെ കൂടെ അരിഞ്ഞിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീണ്ടും കാണാം, നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ. ഇത്രയേ ഉള്ളൂ.